നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എലിമിനേറ്ററാണ്. രാജസ്ഥാൻ റോയൽസും RCBയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. എവിടെ നിൽക്കണം, ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് ആരാധകരെ കാണുന്നുണ്ട്. സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിനെ സപ്പോർട്ട് ചെയ്യണം, അതല്ല മറുഭാഗത്ത് കിങ് കോഹ്ലിയാണ്. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ പലർക്കുമുണ്ട്. ഏതായാലും ഇന്നൊരു തീ പറക്കുന്ന പോരാട്ടം നടക്കും. എലിമിനേറ്ററാണ്, തോറ്റാ പുറത്താ. അപ്പോൾ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു കമൻ്റ് ഇട്ടത് കണ്ടു, RCBക്ക് എന്ത് എലിമിനേറ്റർ, അവർ അവസാനം കളിച്ച 5 കളികളും എലിമിനേറ്റർ ആയിരുന്നില്ലേ എന്ന്. ശരിയാണ്, തോറ്റ അവിടെ തീർന്നു എന്ന ഘട്ടത്തിൽ നിന്നാണ് അവർ ഈ തരത്തിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എലിമിനേറ്ററിൻ്റെ പ്രഷറൊക്കെ ഇപ്പോൾ ഈ മിന്നും ഫോമിൽ നിൽക്കുമ്പോൾ അത്ര വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ഥിതി അതല്ല. അവസാനം കളിച്ച കളികളൊക്കെ പരാജയപ്പെട്ടു. മെയ് മാസം തുടങ്ങിയതിന് ശേഷം ഒറ്റ കളിയും അവർ വിജയിച്ചിട്ടില്ല. RCB ആണെങ്കിൽ മെയ് മാസം തുടങ്ങിയിട്ട് ഒറ്റ കളിയും തോറ്റിട്ടുമില്ല. അപ്പോൾ രാജസ്ഥാൻ്റെ മേൽ വലിയ പ്രഷറും ഉണ്ട്. എന്നാൽ ഓരോ കളിക്ക് മുമ്പും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ടാക്ടിക്സ്, തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഇന്ന് ഇരു ടീമും എടുത്തങ്ങ് പയറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടാക്ടിക്കൽ ബോർഡ് വീഡിയോയിൽ പറഞ്ഞ പോലെ, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എറിയുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക, അത്രമാത്രം ആണ് എന്ന് കരുതുന്നവരോട് നമുക്ക് സംസാരിക്കാനില്ല. അങ്ങനെയല്ലാതെ ഈ കളി എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചും കാലാവസ്ഥക്കനുസരിച്ചും എൻവയോൺമെൻറ്റിനനുസരിച്ചും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും ഓരോ താരങ്ങളുടെയും കളി ശൈലിക്കനുസരിച്ച് മറ്റുള്ളവർ തന്ത്രം മെനയുന്നതും അത് മറികടക്കാൻ മറുതന്ത്രം മെനയുന്നതും ഒക്കെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കളി അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ കളിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ടാക്ടിക്കൽ മൂവുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്നും പറയാറുള്ള പോലെ റാഫ്റ്റോക്സ് ഈ കാര്യങ്ങൾ നമ്മുടേതായിട്ട് വായുവിൽ നിന്ന് എടുത്തു പറയുന്നതല്ല. ഇവിടുത്തെ മികച്ച ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് വിശകലനം ചെയ്തിട്ട് അവതരിപ്പിക്കുന്നതാണ്. പ്രധാനമായും ഈ വീഡിയോയുടെ ബേസായിട്ട് നമ്മൾ എടുക്കുന്നത് ESPN ക്രിക്കിൻഫോയുടെ ഒരു അനാലിസിസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മറ്റുമാണ്. എന്തായാലും നമ്മൾ അതിലേക്ക് വരികയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബട്ട്ലർക്ക് പകരം ആര് എന്നുള്ളതാണ്. നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ അത്ര മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ബട്ട്ലറും യശസ്വി ജയ്സ്വാളും അവരുടേതായിട്ടുള്ള കളികളിൽ അവർ തിളങ്ങിയിട്ടുണ്ട്. ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയും ബട്ട്ലറുടെ 2 സെഞ്ചുറിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിലൊരു ഓൾഡ് ഫാഷൻ്റെ രൂപത്തിലാണ് RR മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ വിൻറ്റേജ് CSK പോലെ എന്നുകൂടി വേണമെങ്കിൽ പറയാം. അവരുടെ ബാറ്റേഴ്സ് ഒരല്പം സമയമെടുത്തുകൊണ്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. സമയമെടുത്തിട്ടാണ് അവർ ഹിറ്റ് ചെയ്യാൻ തുടങ്ങാറുള്ളത്. അപ്പം അവർ ശരിക്കും പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത് ബൗളർമാരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. 5th സ്ലോവസ്റ്റ് സ്കോറിംഗ് ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്ന കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ 2nd ബെസ്റ്റ് ആണ് ബൗളിംഗ് ഇക്കണോമി എടുക്കും. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജോസ് ബട്ട്ലർ പോയല്ലോ, പകരം ആര്? നമുക്ക് ഒറ്റയടിക്ക് സ്വാഭാവികമായിട്ടും തോന്നുക TKCയെ കളിപ്പിക്കാം എന്നുള്ളതാണ്. TKCയെ കഴിഞ്ഞ കളിയിൽ കളിപ്പിച്ചു, പക്ഷേ മികച്ച രൂപത്തിൽ കളിച്ചിട്ടില്ല. അദ്ദേഹം കൂടുതൽ മികവ് കാണിച്ചിട്ടുള്ളത് നമ്പർ 3ലും നമ്പർ 4ലുമാണെന്ന് ഓർക്കുക. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. TKCയെ താഴേക്ക് ഇറക്കുകയോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തേക്കാം ഇന്നത്തെ കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അങ്ങനെ ഡ്രോപ്പ് ചെയ്താലുള്ള ഗുണം, അവർക്കൊരു എക്സ്ട്രാ ബൗളർ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. കേശവ് മഹാരാജിനെയോ നാന്ദ്രെ ബർഗറിനെയോ ഒക്കെ കളിയുടെ സ്വഭാവം അനുസരിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ മഹാരാജിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയുന്നത്, അദ്ദേഹത്തിന് കിങ് കോഹ്ലിക്കെതിരെ എഫക്റ്റീവായിട്ട് ബൗൾ ചെയ്യാൻ കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം. IPL സ്റ്റെല്ലാർ ഫോമിലാണ് കോഹ്ലി ഉള്ളത് എങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ബൗൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് സ്റ്റൈൽ ആ രൂപത്തിലുള്ളതാണ്. അപ്പോഴാണ് TKC ഓപ്പൺ ചെയ്യാൻ എത്തുമോ, അതല്ല നമ്പർ 3ൽ വരുമോ, അതല്ല ഡ്രോപ്പ് ചെയ്യുമോ എന്നുള്ള ചോദ്യം വരുന്നത്. TKC ഡ്രോപ്പ് ചെയ്യപ്പെടുകയോ ഓപ്പൺ ചെയ്യാതിരിക്കുകയോ ചെയ്ത ആര് വരും എന്നുള്ള ചോദ്യമുണ്ട്. ഓപ്പൺ ചെയ്യാൻ അശ്വിനെ വിട്ടാലോ? ഒരു ടാക്ടിക്കൽ മൂവ് എന്ന രൂപത്തിൽ ജയ്സ്വാളിനൊപ്പം അശ്വിൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണത്. അത് പിഞ്ചിറ്റർ റോളിലായിരിക്കില്ല,
കുറച്ചുകൂടി അവിടെ നിന്ന് കളിക്കാനായിരിക്കും. മറുഭാഗത്ത് ജയ്സ്വാൾ ആക്രമണം ഏറ്റെടുക്കുന്ന രൂപത്തിൽ ഒരു നീക്കത്തിലേക്ക് രാജസ്ഥാൻ റോയൽസ് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ സീസണൊക്കെ അവസാനിക്കുമ്പോൾ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു സ്ഥിരം രീതിയുമാണല്ലോ. അപ്പോൾ അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അശ്വിൻ ബാറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയാണ് അവർ ചെയ്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഫസ്റ്റ് ബൗൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ 3 ഓവർസീസ് പ്ലേയേഴ്സിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ബോൾട്ട്, പിന്നെ ബർഗറോ മഹാരാജോ, രണ്ടാൽ ഒരാൾ, പവലോ ഹെറ്റ്മയറോ ആ രണ്ടിൽ ഒരാൾ, ഇങ്ങനെ 3 വിദേശ താരങ്ങളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അവർ ബാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അതിനനുസരിച്ച് ഒരു ബാറ്ററെ കൊണ്ടുവരിക, കാഡ്മറോ അല്ലെങ്കിൽ അതുപോലെ ഒരാളെ കൂടി ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് കൊണ്ടുവരുന്ന രൂപത്തിലേക്കായിരിക്കും അവർ പോവുക. നേരെ തിരിച്ചും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ടോസിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. അപ്പം ഇത്തരത്തിലുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അശ്വിൻ ഓപ്പൺ ചെയ്യുന്നത്. ദെൻ മറ്റൊന്ന്, അശ്വിൻ ബാറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യുന്നതല്ല, അശ്വിൻ ബോൾ കൊണ്ട് ഓപ്പൺ ചെയ്യുന്നതോ അതിനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. ട്രെന്റ് ബോൾട്ട് തുടക്കത്തിൽ വിക്കറ്റുകൾ എടുക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം മികച്ച രൂപത്തിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങൾ RCBയുടെ ഭാഗത്തുണ്ട്. കോഹ്ലി നല്ല ഫോമിൽ നിൽക്കുന്നു. ഫാഫ് ഡു പ്ലസി, രജത് പട്ടിദാർ, മാക്സ്വെല് ഇവരൊക്കെ തീർച്ചയായിട്ടും മികച്ച രൂപത്തിൽ ബോൾട്ടിനെ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലൊരു പണി കൊടുക്കാൻ ബോൾട്ടിനൊപ്പം പവർ പ്ലേയിൽ അശ്വിൻ എറിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോഹ്ലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ T20 കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അശ്വിൻ ബൗൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? തീർച്ചയായിട്ടും നല്ലൊരു മാച്ചപ്പ് ആയിരിക്കും അത്. അശ്വിനും കോഹ്ലിയും പരസ്പരം അവരുടെ കരിയറുകളിൽ ബഹുമാനിച്ച് പോയിട്ടുള്ളവരാണ്. T20യിൽ നമുക്ക് കാണാം. അശ്വിനെതിരെ വലിയ റിസ്ക് എടുക്കാൻ കോഹ്ലി അധികം തയ്യാറാവാറില്ല. അതുപോലെ വിക്കറ്റ് സെർച്ച് ചെയ്യുന്ന രൂപത്തിൽ അശ്വിൻ കോഹ്ലിക്കെതിരെ ബൗൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പൂട്ടി ഇടാൻ ഒരു പക്ഷേ അശ്വിന് കഴിഞ്ഞേക്കും. എന്നാൽ ഇപ്പോഴത്തെ കോഹ്ലി അങ്ങനെയല്ല, കുറച്ചുകൂടി അഗ്രസീവാണ്. അൺഎറിങ് ആയിട്ടുള്ള അശ്വിനെതിരെ കോഹ്ലി ആക്രമിക്കാൻ തുനിഞ്ഞാൽ വിക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്ന രൂപത്തിൽ ഒരു പക്ഷേ പവർ പ്ലേ ഓവറുകളിൽ നമുക്ക് അശ്വിനെ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ടാക്ടിക്സ് ഒരു പക്ഷേ കുമാർ സംഘക്കാരെയും സഞ്ജുവും ഒക്കെ ചേർന്ന് ഒരുക്കാം. ഇനി മറ്റൊന്ന്, അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ആരായിരിക്കും ഡെത്ത് ഓവറുകളിലേക്ക് വരിക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആവേശും സന്ദീപും ഡെത്ത് ഓവറുകൾ എറിയാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ യശ്വേന്ദ്ര ചാഹലിന് നല്ല റെക്കോർഡ് ഡുപ്ലസിക്കെതിരെയുണ്ട്, കോഹ്ലിക്കെതിരെയുണ്ട്, ദിനേശ് കാർത്തികിനെതിരെയുണ്ട്. അതേസമയം മാക്സിയും കാമറൂൺ ഗ്രീനും രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിന്റെ സ്പിന്നേഴ്സിനെതിരെ നല്ല രൂപത്തിൽ റെക്കോർഡുള്ളവരാണ്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് ചാഹലിനെ ഡെത്ത് ഓവറിലേക്ക് സേവ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നേരത്തെ തന്നെ അദ്ദേഹം ബോൾ ചെയ്ത് പോകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ആവേശ് ഖാനും സന്ദീപ് ശർമ്മയുമായിരിക്കും ഡെത്ത് ഓവറുകൾ ബൗൾ ചെയ്യാൻ വേണ്ടി എത്തുക. എന്നാൽ ഇവിടെ RCBക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാക്സിയും ഗ്രീനും അവസാന 10 ഓവറുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു പക്ഷേ നമ്പർ 4ലും നമ്പർ 6ലും ഒക്കെ ആയിട്ട് അവർ എത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അപ്പം അതായിരിക്കും ഒരു നീക്കം. മറ്റൊന്ന്, മാക്സ്വെൽ പന്ത് കൊണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പം ദയാൽ ജയ്സ്വാളിനെതിരെ നല്ല റെക്കോർഡുള്ള ആളാണ്. അപ്പോൾ ദയാലിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായി മാറുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ഒരല്പം പതിയപ്പോക്കിൻ്റെ ആളുകളാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണർമാർ. ഇതുവരെയുള്ള കണക്കുകൾ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് വളരെ ടൈറ്റായിട്ട് മാക്സിക്ക് 1-2 ഓവറുകൾ എറിഞ്ഞ് അങ്ങ് പോകാൻ പറ്റിയാൽ അത് രാജസ്ഥാൻ റോയൽസിൻ്റെ RCBക്ക് ഗുണകരമാവും. മറുഭാഗത്ത് രാജസ്ഥാന് പണി കൊടുക്കാൻ യാഷ് ദയാലിന് കഴിഞ്ഞേക്കും എന്ന് തന്നെ പറഞ്ഞു. ഒരു പക്ഷേ സിറാജിന് മുമ്പ് ദയാൽ എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പം അതിന് അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം യശസ്വി ജയ്സ്വാളിന് മാക്സ്വെലിനെതിരെ നല്ല റെക്കോർഡുണ്ട്, ശരിയാണ്. പക്ഷെ അത് 20 പന്തുകൾ നേരിട്ടതിൻ്റെ ഒരു സ്മോൾ സൈസ് സാമ്പിളാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു നീക്കം മാറ്റിവെക്കേണ്ടതില്ല. എന്നാൽ നല്ല രൂപത്തിലുള്ള റെക്കോർഡ് യാഷ് ദയാലിന് അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ദയാൽ ഒരു പക്ഷേ മുഹമ്മദ് സിറാജിന് മുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ജയ്സ്വാളിനെ 12 പന്തുകൾ എറിഞ്ഞിട്ട് 11 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 തവണ പുറത്താക്കിയ ഒരു റെക്കോർഡാണ് ദയാലിനുള്ളത്.
അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം ഒരു ഏർലി വിക്കറ്റ് എടുക്കാൻ പറ്റിയാൽ, ഇപ്പോൾ ആദ്യമൊക്കെ ബാറ്റ് ചെയ്യുന്നത് രാജസ്ഥാൻ റോയൽസ് ആണെങ്കിൽ ഏർലി വിക്കറ്റ് എടുക്കാൻ പറ്റിയാൽ അവരുടെ ഈ ബാക്ക് ടു പ്ലെയർ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്താനും അതിലൂടെ കഴിഞ്ഞേക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു നീക്കത്തിനുള്ള സാധ്യത നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇനി അപ്പം ഇവിടെ സിറാജ് തുടക്കത്തിൽ എറിയാതിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സഞ്ജു സാംസണെതിരെ സിറാജ് വന്നാൽ അത് പൊളിക്കും. കാരണം സിറാജ് സഞ്ജുവിനെതിരെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. 31 പന്തുകളിൽ 3 തവണ സഞ്ജുവിനെ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് അത്തരം ഒരു നീക്കം അവർ നടത്തിയേക്കുമെന്ന് വേണം കരുതാൻ. ലോക്കി ഫെർഗൂസിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇന്നിങ്സിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും. ഒരു കീ റോൾ അദ്ദേഹത്തിന് വഹിക്കാനുണ്ട്. ഷിംറോൺ ഹെറ്റ്മയറിനെതിരെയും റൗമൻ പവലിനെതിരെയും അദ്ദേഹത്തിന് മോശമല്ലാത്ത റെക്കോർഡ് തന്നെയാണുള്ളത്. ഗുഡ് മാച്ചപ്പ് ആണ്. 25 പന്തുകളിൽ നിന്ന് 26 റൺസ് മാത്രമാണ് ഹെറ്റ്മയർക്ക് ഇതുവരെ അദ്ദേഹത്തിനെതിരെ അടിക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരു തവണ ഔട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ബാറ്ററുടെയും ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് ബൗളർമാരെ ഉപയോഗപ്പെടുത്താനായിരിക്കും നായകന്മാർ ശ്രമിക്കുക എന്നർത്ഥം. ഇനി ടോസ് ലഭിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പം ഇന്നലത്തെ കളി നമ്മൾ കണ്ടല്ലോ. അതിൽ ന്യൂ ബോൾ വെച്ചിട്ട് ബോൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിന്റെ സമയത്ത് ഡ്യൂ വരുന്നുമുണ്ട്. അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ട് ടോസ് ലഭിച്ചാൽ ബൗൾ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ കാണുന്നു. അപ്പം RCBയുടെ കാര്യത്തിൽ അവർക്ക് ആദ്യം ബാറ്റ് ചെയ്താലും ആദ്യം ബൗൾ ചെയ്താലും 50-50 ആണ് ഇതുവരെയുള്ളവരുടെ വിന്നിങ് റേഷ്യോ വരുന്നത്. അതേസമയം അങ്ങനെയല്ല രാജസ്ഥാൻ റോയൽസിന്. അവർ അധികവും വിജയിച്ചിട്ടുള്ളത് ചേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഒരു പക്ഷേ അത്തരത്തിലേക്കുള്ളൊരു നീക്കത്തിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട്. 6 വിജയങ്ങൾ അവർ ചേസ് ചെയ്തപ്പോൾ നേടിയിട്ടുണ്ട്. 2 തവണയാണ് ചേസ് ചെയ്തുകൊണ്ട് തോറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ 5 തവണ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ആ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ 3 തവണ അവർ തോറ്റിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജസ്ഥാൻ റോയൽസ് ടോസ് ലഭിച്ചാൽ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ശ്രമിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നു. ആദ്യം ബാറ്റ് ചെയ്തൊക്കെ തിരിച്ചടിയായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ ഡ്യൂവിന്റെ കാര്യങ്ങൾ കൂടി വരുമ്പോൾ RCBയും ടോസ് ലഭിച്ചാൽ രണ്ടാമത് ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളിക്ക് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ഈ ടീമിന്റെ നായകന്മാരും മറ്റു തിങ്ക് ടാങ്കുകളൊക്കെ എന്ത് ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കളിക്കളത്തിൽ കാണാം തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.